ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി മരിയാപുരത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ മാത്യു തോമസ് അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ പി അർജുൻ ദാസ്. ഇടുക്കി ജില്ലയിലെ മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ മാത്യു തോമസ് കല്ലക്കാവുങ്കൽ എന്ന ജൈവ കർഷകൻ്റെ അടുത്താണ് കിസാൻ വാണിയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങളും കൃഷിരീതിയുമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം മാത്യു ചേട്ടാ, എത്ര കാലമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ? കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു 70 തൊട്ട് ഞാനിവിടെ കൃഷിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് കാരണന്മാരായിരുന്നു. ഒരു 1970 കൂടി നമ്മൾ ഏറ്റെടുത്ത് കൃഷിയിലേക്ക് ബന്ധപ്പെട്ട് ചെയ്യാൻ തുടങ്ങി. 70-ലാണ് ഇങ്ങോട്ട് വന്നത്. ജനിച്ചും വളർന്നതൊക്കെ പാലപ്രവിത്താനത്തായിരുന്നു. വിദ്യാഭ്യാസം അവിടെ തന്നെയായിരുന്നു. വിദ്യാഭ്യാസം അവിടെയായിരുന്നു. ഏതുവരെ? ഞാൻ 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് SLC. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ തുടക്കകാലത്ത് 70-ൽ ഈ കൃഷി തുടങ്ങുന്ന ഒരു സമയത്ത് എന്തൊക്കെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അന്ന് നമുക്ക് കുരുമുളക് ആണ് മെയിൻ കൃഷി. കുരുമുളക് അന്ന് ആദ്യം കരയ്ക്ക് നെല്ല് കൃഷികൾ, കരനെല്ലുണ്ടായിരുന്നു, കപ്പ കൃഷി, അതൊക്കെ അന്ന് നല്ല വിളവുകളുമായിരുന്നു, നല്ല ചിലവും ആകുമായിരുന്നു. ഭക്ഷ്യവിളകൾ ഇപ്പോൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? ഭക്ഷ്യവിളകൾ ഇപ്പം ഞാനിപ്പോൾ ആകെ ചെയ്യുന്നത് കപ്പ മാത്രമേ ഉള്ളൂ. കപ്പ ചെയ്യുന്നുണ്ട്. കപ്പ ചെയ്യണം. അത് ഏതിനും കപ്പ ചെയ്യുന്നത്? അത് 6ാം മാസം എന്നൊക്കെ പറഞ്ഞുള്ളൂ കിട്ടുന്നൊരു 6 മാസം എന്ന് പറഞ്ഞാൽ 6 മാസമല്ല കപ്പയുടെ വിളവ്. 6 മാസം ആകുമ്പോൾ നമുക്ക് തിന്നാൻ മാത്രം മൂക്കും. പൂർണ്ണ വളർച്ചയില്ല. പക്ഷെ 100 വെക്കും തിന്നാറാവും. അതിനാണ് ഈ 6ാം മാസം കപ്പയെന്ന് പറയുന്നത്. അല്ലാതെ കൃഷിരീതി ഒന്ന് വിശദീകരിക്കാം. കൃഷിരീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ രീതിക്ക് കൃഷി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാട്ടുമൃഗത്തിൻ്റെ ശല്യം. അതുകൊണ്ട് ഞാനൊരു 200 കപ്പ ഇടാവുന്ന സ്ഥലം പ്രത്യേകമായിട്ട് വേലി കെട്ടി, അതായത് കമ്പി വലയിട്ട് ഒരു കാരണവശാലും ആഹാരം കയറാത്ത രീതിയിൽ സംരക്ഷിച്ചാണ് എൻ്റെ ആവശ്യത്തിനുള്ള ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്ത് പുറത്ത് കൊടുക്കാനും നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടും. ഇതിപ്പോൾ ഒരു മൂടി നമുക്ക് എത്ര കിലോ വരെ കിട്ടുന്നുണ്ട്? നമുക്ക് ശരാശരി പറഞ്ഞൊരു 6-7 കിലോ അത് മതി. അല്ല 1 കിലോ 2 കിലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരാശരി കൂട്ടുമ്പോൾ ഒരു 5 കിലോ 6 കിലോ കിട്ടുന്നുണ്ട്. അതിന് ഞാൻ പ്രത്യേകിച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കോഴിവളം മാത്രമേ വേറെ ഒന്നും ഇടകളയ്ക്കും പുല്ല് പറിച്ച് കൂട്ടും. എലി പിടിക്കുന്നു, ഭയങ്കര ശല്യം. അത് പിടിക്കുന്നുണ്ട്. അതിന് വിഷം വെക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെന്ന് പറയാം, പല വിഷം വെക്കാതെ പറ്റുകയല്ലോ. മറ്റെന്തൊക്കെ കൃഷിയാണ് ഇപ്പോൾ ചെയ്യുന്നത്? മറ്റിപ്പോൾ പറഞ്ഞാൽ 700 മൂട് ഏലം ഇട്ട് പണിയുന്നുണ്ട്. പിന്നെ ഒരു 100 മുകളിൽ ജാതിയുണ്ട്. ഇപ്പം ഞാൻ മെയിനായിട്ട് കണ്ടിരിക്കുന്ന ഒരു നല്ല കൃഷി എന്ന് പറയുന്നത് ജാതി കൃഷി. ഏലം ഏതിനമാണ്? ഏലം ഞള്ളാനി ഉണ്ട്. പിന്നെ കുമിളി ഏലം എന്ന് പറഞ്ഞ് ഒരു 2 കൂട്ടം ഇട്ടിട്ടുണ്ട്. കണിപ്പറമ്പ് അത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ്. ആ രണ്ടിനുമാണ് ചെയ്യുന്നുള്ളൂ. ഈ കുമളിയേലം മറ്റതിനെക്കാട്ടിലും എന്തൊക്കെ മേന്മ കൂടുതലുള്ളതായിട്ട്? മേന്മ കൂടുതലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് പറഞ്ഞാൽ ഇച്ചിരി കൂടി ഉണക്ക് പിടിച്ച് നിൽക്കും. ഇവിടുത്തെ രീതിക്ക് ചൂട് കൂടുതലുണ്ടായി. മര്യാദ എന്നൊക്കെ പറഞ്ഞാൽ ചൂട് കൂടുതലാണ്. അപ്പോൾ അതിനൊരു ഇച്ചിരി പിടിച്ചു കൊടുക്കും. പിന്നെ ചരൽ കൂടിയ മണ്ണിൽ അവൻ ഇച്ചിരി മെച്ചമാണ്. നമ്മൾ ആ മണ്ണിനെ കൂടെ പഠിക്കുമ്പോൾ ചരൽ കൂടിയ മണ്ണാണ് ഇവിടെ കൂടുതലുള്ളത്. അതിൻ്റെ അകത്ത് അത് ഇച്ചിരി മെച്ചമാണ്. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു വിളവിൻ്റെ അകത്ത് ഇതിന് ശരമൊക്കെ കണ്ടാൽ വലുതാണ്. പക്ഷേ ഇതിനിങ്ങനെ അകന്ന കൊത്തുകൾ തമ്മിൽ അകലം കൂടുതലാണ്. പക്ഷേ നള്ളാൻ്റെ എന്ന് പറഞ്ഞാൽ അടുത്ത അതിൻ്റെ വരുമാനത്തിലേ വിളവ് കൂടുതൽ കിട്ടുന്നത് നല്ലതാനിയാണ്. പക്ഷേ പ്രതിരോധശേഷി കൂടുതൽ. പക്ഷേ ഇതിൻ്റെ വള്ളിയൊക്കെ കാണുമ്പോൾ അന്നേരം ഇതിന് അതിനുള്ള നീളമുണ്ട്. ഇപ്പം എങ്ങനെയാലും ഫലത്തിലെല്ലാം തുല്യമായിരിക്കും. ഏലം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മുതൽ നടന്ന സമയം മുതൽ ചെയ്യുന്ന ഒരു പരിപാലനം എങ്ങനെയാണ്? നടന്ന സമയം മുതൽ നമ്മൾ ചാണകം കലക്കി ഒഴിക്കുക, ചാണകം കടലപ്പിണ്ണാക്ക്, പിന്നെ വേപ്പ് പിണ്ണാക്ക്, ഇതൊക്കെ കൂടെ അതാണ് മെയിൻ. കൊടുത്താലേ ഇതിന് ചിമ്പടിക്കുകയും കാര്യങ്ങളും ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ എത്ര തവണ ഉപയോഗിക്കും? ആദ്യത്തെ കൊല്ലമൊക്കെ ഒരു 2-3 തവണ ഉപയോഗിക്കണം. പിന്നെ നമുക്ക് അത്ര ഉപയോഗിക്കില്ല, അന്നേരം ചീക്ക് വരും. കൂടുതൽ വായിക്കുമ്പോൾ ചീക്ക് വരും. പിന്നെ നമ്മൾ ഇച്ചിരി അടിച്ചു കൊടുക്കുന്നു, മരുന്നടിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്പ്രേക്ക് തരും. പക്ഷെ അത് നമുക്ക് കാണുന്നത് ലിക്വിഡായിട്ടും ഒക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ തന്നെ ഹ്യൂമിക് ആസിഡ് അതൊക്കെ നമുക്കിപ്പോൾ രാസവളമെന്ന് പറയാൻ പറ്റുമോ? പറ്റിയല്ലോ. ചാണകത്തിൻ്റെ അസറിന് സാധനം എന്നും പറഞ്ഞാൽ. പക്ഷെ അതിനുള്ള ഗുണമുണ്ട് കേട്ടോ. ഗുണമുണ്ട് അടിച്ചാൽ.
ഈ ജാതി കൃഷിയിലും ജൈവവളം തന്നെയാണ് എല്ലുപടി പിന്നെ ആകെ പിന്നെ കൂടുതൽ ചെയ്താൽ ചെയ്യുന്ന വെച്ചാൽ സെറാമില്ല. ചേരാമല്ലോ. നമ്മുടെ ഈ ജാതി കൃഷി അതിൻ്റെ ഒരു തുടക്കവും അങ്ങനെയാണ്. പുതിയതായിട്ടൊരു കർഷകനെ തുടങ്ങണമെങ്കിൽ അയാൾ ജാതി കൃഷി പുതിയതായിട്ട് കർഷകൻ തുടങ്ങണമെങ്കിൽ നമ്മൾ നല്ല തൈയിട്ട് ബഡ് കുഴിയിലിട്ട് ബഡ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കാട്ടുജാതിയുടെ തൈ ആണെങ്കിൽ ചിലർ പറയുന്നു, അനുഭവം കൊണ്ട് പറയുന്നത് കാട്ടുജാതി വെച്ചെന്നാൽ ആദ്യത്തെ കുറച്ച് 2-4 കൊല്ലം നല്ല കാ കിട്ടും, പിന്നെ കാ കുറയും എന്ന് അവകാശപ്പെടുന്നുണ്ട്. അതിനെ ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല. കാരണം ഈ കാട്ടുജാതിയുടെ വേരുകൾ ഭയങ്കര വണ്ണമുള്ളതും താഴോട്ട് വാ ഇത് താഴെ, പക്ഷെ അതിന് പക്കുവേരില്ല, പൊടിവേരില്ല. തായ്വേര് വലിയ ഈ മണ്ണത്തിനങ്ങ് പോവാ. നമ്മൾ നാടൻജാതിക്കെല്ലാം പൊറ്റവേരുണ്ട് ഇഷ്ടമാണ്. അതിന് ഇതിനെ ഇട്ടിട്ട് നമ്മൾ റബ്ബർ ബഡ് ചെയ്യുന്നുണ്ട്, താത്തി ബഡ് ചെയ്യണം. കാട്ടുജാതി ആണെങ്കിൽ നമുക്ക് താത്തി ബഡ് ചെയ്തിട്ട് ഒരു 3 കൊല്ലം കൊണ്ട് ഈ ബഡ് മൂടി കൊടുക്കണം. അപ്പം നമ്മൾ ഈ ബഡ് ചെയ്തെത്തുന്ന പൊടിവേരിറങ്ങാൻ തുടങ്ങും. അപ്പം നമുക്ക് ആ വിഷയത്തിൽ നിന്ന് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാട്ടുജാതി ചെയ്തെന്ന് ഓർത്തുകൊണ്ട് പേടിക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട രീതി കൃഷി ചെയ്യണം. അത് നമ്മൾ ഇത്രയും പൊക്കത്തിലൊക്കെ അങ്ങ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വരികയില്ല. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിയൊക്കെ നിൽക്കും, പക്ഷേ താട്ട് കുത്തുകയില്ല. ജാതി നമ്മളിപ്പോൾ എത്ര അകലത്തിലാണ് സാധാരണ? 30 വേണം. പെട്ടെന്ന് മുട്ടി എനിക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കളയാനും തോന്നുകയില്ല. നമുക്കൊരു വിളവെടുക്കാൻ തുടങ്ങണമെങ്കിൽ എത്ര വർഷം എടുക്കും? ഒരു നല്ല വിളവൊക്കെ കിട്ടണമെങ്കിൽ ഒരു 10 വർഷം പോരാ. അത്രയും അടുത്ത് വരും അല്ലേ? എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുകയെന്നല്ല, ഇതൊക്കെ ഒരു 8 കൊല്ലം 10 കൊല്ലം തകരാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്നും ഇത് ഇച്ചിരി പോരാ ഈ 10 കൊല്ലത്തിന്. പക്ഷേ ഇതെന്നൊക്കെ നമുക്കൊരു ആദായം ശരിക്കാകണമെങ്കിൽ ഒരു 10 വർഷം കൂടെ, ഒരു 10-15 വർഷം കൊണ്ടേ. ജാതിക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കീടബാധ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും? ജാതിക്കും ഉണ്ടല്ലോ. ചില ഇനത്തിന് ഈ കൂമ്പ് കരിഞ്ഞു പോകുക, അതും വെറൈറ്റി ഉണ്ട്. നമ്മൾ പഠിക്കേണ്ടത് വെറൈറ്റി ഉണ്ട്. വെറൈറ്റി നോക്കിയെടുക്കണം. അത് എത്ര കണ്ടാലും ഇങ്ങനെ കൂമ്പുരുകുരി പൊക്കോണ്ട് നമ്മൾ എന്തൊക്കെ മരുന്നുകൾ ചെയ്താലും എത്ര തൊലിച്ചടിച്ചാലും അത് തളുക്കും, ഉരി പോകും. തളുപ്പ് നിന്നെങ്കിലും നമുക്ക് പൂവും മുട്ടും ഉണ്ടാവുകയുള്ളൂ. പിന്നെ ചീക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. മഴക്കാലത്ത് ഓരോ ഏരങ്ങൾ മണ്ട വട്ടം ചീഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ആകെപ്പാടെ നമുക്ക് കുമിൾനാശിനി മാത്രമേ അതാ പറഞ്ഞ കുമിൾനാശിനി അതേ ഉള്ളൂ അതിന് മരുന്ന്. അത് ഈ മഴ തുടങ്ങുന്ന മുമ്പായിട്ട് നമ്മൾ ഒരു 2 ട്രിപ്പ് അടിക്കാമെങ്കിൽ 2 ട്രിപ്പ് അടിക്കേണ്ടി വരും. പിന്നെ ഇതൊന്നും അടിച്ചില്ല, എനിക്ക് മണ്ടയൊന്നും പോയെന്നോർത്തും കുഴപ്പം. എൻ്റെ രീതിയിലും പഠിത്തത്തിലും ഞാൻ കൃഷി കണ്ടതിൽ ഒരു കൃഷി ഒന്ന് മുരടിച്ചാൽ മാത്രമേ അതിന് കായ ഉണ്ടാവുള്ളൂ. നല്ല കൊഴുപ്പി വളർന്നങ്ങ് പോകാനേ ഉള്ളൂ. വളർച്ചയായിരിക്കും കൂടുതൽ വരുന്നത്. കാഫലം കുറവായിരിക്കും. നമ്മളിപ്പോൾ ഈ ഇങ്ങനെ ഒരു കൊക്കോയുടെ ഇങ്ങനെ ഒരു തളപ്പാന്ന് കുടിക്കുമോ, അതിനൊരു ഇടക്കുത്തം പുഴു കയറിയെന്ന് കൂട്ട് അതൊരു ചെറിയ ക്ഷീണം വരും. പക്ഷെ അതിൻ്റെ മുകളിലോട്ട് തുരുതുര കായ ഉണ്ടാവും. അപ്പോൾ അത് അവിടെ അതിന് ക്ഷീണം വന്നു അല്ലേ? അതെ. നമ്മുടെ ഈ ഏലം കൃഷിയിൽ രോഗബാധ എന്തൊക്കെയാണ്? സിസേറിയ എന്നും പറഞ്ഞ ഒരു രോഗമുണ്ട്. പിന്നെ നിയമവരെ വേരുപുഴു നിയമവരയുടെ നമുക്കറിയാം. ഇലയിൽ ഇങ്ങനെ പുള്ളി കുത്തുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ചീക്കാണ്. അതിന് നമ്മൾ കുമ്മായവും സൾഫറും കൂടി കൂട്ടി കോരി, അതാണ് അതിനേറ്റവും കൊള്ളാവുന്നത്. പിന്നെ ഈ മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ട്. മണ്ണ് പരിശോധനയൊക്കെ നമ്മൾ ഓരോ ഭാഗത്തിനടുത്ത് വരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് പിന്നെ നമുക്ക് അതിൻ്റെ മണ്ണിൻ്റെ ഇതൊക്കെ എടുക്കാനുള്ള സംഗതിയൊക്കെ ഉണ്ടെന്നേ, അതിൻ്റെ പീച്ച് നോക്കാനും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും വളം കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും തന്നെ ഒരുമാതിരിയുള്ള കൃഷിക്കാരനിലൊക്കെ ഉണ്ട് പീച്ച് നോക്കാനും. ഇപ്പോൾ നമ്മളൊരു കുമിൾനാശിനി കൂട്ടുന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന വെള്ളത്തിന്റെ വരെ നോക്കണം. വെള്ളത്തിനും pH വ്യത്യാസം ഉണ്ടെങ്കിൽ കുഴക്കണവരെ ആഴത്തിലുള്ളതൊക്കെ ആണെങ്കിൽ അതിനകത്ത് മാറ്റമുണ്ട്. നമ്മുടെ മര്യാദ ഇച്ചിരി വെയിൽ ചൂടായിരിക്കുമ്പോൾ നല്ല ചൂട് കൂടുതലാണ്. അപ്പം നമുക്കപ്പോൾ ഏലം നനയ്ക്കേണ്ടി വരാറുണ്ടോ? അതെ, അതിനുള്ള വെള്ളം അതിനൊക്കെ ഉള്ള വെള്ളം ഈ പറഞ്ഞ കുഴപ്പങ്ങളാണെങ്കിൽ പോലും ഈ പറഞ്ഞ ചില കുഴപ്പങ്ങളുണ്ട്. ആ വെള്ളം പ്രശ്നമാണെങ്കിലും അത് ഏലത്തിനെ സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ കൃഷിഭവനിൽ നിന്നും സ്പൈസസ് ബോർഡ് അങ്ങനെയുള്ളിടത്തുനിന്നൊക്കെ നിർദ്ദേശങ്ങൾ കിട്ടാറുണ്ടോ? എങ്ങനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച്? നമ്മൾ ചെന്ന് ചോദിച്ചാൽ തരും. എന്നാ ചെയ്യണത്, ഇന്നത് പറ്റിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ വരാം, നോക്കാം പറയുന്നുണ്ട്. അവരതിനുള്ള പ്രതിവിധിയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്നാൽ തന്നെ എന്നാ പറഞ്ഞോ, ഈ കോസ്റ്റ് എത്തുകയല്ല. ഞാനിപ്പോൾ ഇത്രയും കൃഷി ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കിത് വലിയ മീതിയൊന്നുമില്ല. നമുക്കിത് മനസ്സിനൊരു പറമ്പിലോട്ട് ഇറങ്ങുമ്പോൾ അതേ ഉള്ളൂ. കാരണം പണ്ടത്തെ കാലത്ത് പഴയ കാലത്ത് 3-4 മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ കൃഷിയൊക്കെ ചെയ്യും. അതൊരു മീതിയായിരുന്നു. അങ്ങനെയില്ല. കന്നുകാലി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കന്നുകാലിയൊക്കെ ഇഷ്ടംപോലെ വളർത്താൻ എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ചു. അന്നൊക്കെ പാലൊക്കെ കൊടുത്ത് നമുക്ക് പാല് സ്വന്തം ആവശ്യത്തിനും ഇതൊക്കെ വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും അതിനൊന്നും പുല്ലെത്താനോ ഒന്നും ആരും സമയമില്ല, ആളുമില്ല. നമുക്ക് ഈ കൃഷിക്ക് ഇപ്പോൾ തൊഴിലാളികളെ
ഉപയോഗിക്കാറുണ്ടോ? അതോ ചേട്ടൻ തന്നെയാണ് എല്ലാം എല്ലാം തൊഴിലാളികളാണ്. തൊഴിലാളികളാണ്? മലയാളികളാണോ? അതോ ഞാനും മലയാളികളെ തന്നെയാണ്. മലയാളികളെ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ കായ എടുക്കാനും മലയാളികളെ തന്നെ കിട്ടും? എനിക്കിപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട്. നിലവിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇതുവരെയും ഹിന്ദിക്കാരെ അങ്ങനെ കൂടിയില്ല. അവരെ നമുക്ക് ഒരു പണി അങ്ങ് പറഞ്ഞാൽ അത് മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ. അത് മാത്രമേ അറിയൂ. മറ്റാണ് നമുക്ക് ഒരു അത് തീർന്നിട്ട് അത് ചെയ്തു ഇതൊന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലും പോവാം. അതെ അതെ. ഇത് പറ്റിയല്ല. ഏലത്തിന് ഇപ്പോൾ വളം ചെയ്യുന്ന ഒരു വർഷം എത്ര തവണ ചെയ്യുന്നുണ്ട്? ഞാൻ ഈ പറഞ്ഞ ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടിയിട്ട് ഇതിനെ കണക്ക് കൂട്ടിയിട്ട് വലിയ കണക്ക് കൂട്ടി കഴിയുമ്പോൾ ലാഭമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ പൈസയുടെ അനുസരിച്ച് അളവ് കുറച്ച് ചിലവ് കുറച്ചിട്ട് ഇച്ചിരി അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല. ചിലവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. നമ്മൾ കണ്ടമാനം വിളവ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിനുള്ള ചിലവ് വരും. മണ്ണിന് ഘടനയ്ക്ക് മാറ്റം വരും. പിന്നെ കൊള്ളാൻ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്നാന്ന് പറഞ്ഞോ, പാട്ടത്തിന് പറമ്പെടുത്താൽ അവൻ്റെ പാട്ടം തീരാറാകുമ്പോൾ ഭയങ്കര ചെയ്തും ചെയ്ത് കിട്ടാവുന്ന എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഉണ്ട്. സ്വന്തം സ്ഥലത്തല്ലേ കൃഷി? നമ്മൾ സ്വന്തമല്ലേ, അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന മതി. ഏലത്തിന്റെ വിപണി എങ്ങനെ? നമുക്ക് ഇവിടെ അടുത്ത് അങ്കമണിയൊക്കെ ഉണ്ട്, കടകളിൽ കൊടുക്കും. അത് ഉണക്കിയാണ് കൊടുക്കുന്നത്? ഞാൻ ഉണക്കിയാണ്. നമുക്ക് സ്വന്തമായിട്ടുണ്ടോ? ഇല്ല, നമ്മൾ കൊണ്ടുപോയി കൂലിക്ക് ഉണക്കിച്ച് അതിനുള്ള നിന്നൊക്കെ കിട്ടിയായിരുന്നു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല, അത്ര വിപുലമായിട്ട് കിട്ടുമൊന്നുമില്ല. പക്ഷേ 200 മോഡെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 200 കിലോ ഉണക്കായൊക്കെ കിട്ടും. എന്നാലും നമുക്ക് ഇപ്പോഴത്തെ രീതിക്ക് ഇത്രയും സ്ഥലത്തുനിന്ന്, ഇത്രയും ചെറിയ സ്ഥലത്തുനിന്ന് ഇത്രയും വരുമാനം 200 കിലോ 1000 രൂപ വെച്ച് കൊടുത്താൽ നമുക്ക് 2 ലക്ഷം ആയില്ലേ? അത്രയും പൈസയായി. അതെ അതെ. അപ്പം നമ്മളൊരു ചെറിയ ഏരിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു. അതാണ് അതിൻ്റെ ഒരു മെച്ചം. എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് ഈ ഏലകൃഷി കൊണ്ടുപോകാനായിട്ട് പറ്റും? ലാഭകരമായിട്ട് നമുക്ക് മിനിമം ഒരു 2000 രൂപ വേണം. 2000 രൂപയെങ്കിലും വേണം. അതിനനുസരിച്ച് ലാഭം നമുക്ക് മരുന്നടിക്കും എല്ലാം കൂടെ വന്നിട്ട് ഈ കൃഷിക്കാരൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവനൊരു 1000 കിട്ടുമ്പോൾ 1000 ചിലവാകും. 1000 ചിലവാകും. 2000 രൂപ കിട്ടുവാണെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ജാതി കൃഷി അതിന്റെ ഒരു വിപണി സാധ്യതയൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഈ വർഷം ഇച്ചിരി കുറവായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ നല്ല വിലയുണ്ടായിരുന്നു. നല്ല വിലയുണ്ടായിരുന്നു. ഈ വർഷം കുറവെന്ന് പറയാനില്ല. ഇവിടെ തന്നെ അത് വിൽക്കാനുള്ള സൗകര്യം വീട്ടിലിരുന്നാൽ മതി. ആൾ വന്നോളും, ചോദിച്ചു വന്നോളും. ഇപ്പോൾ ഈ മേഖലയിൽ ജാതി കൃഷി ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ജാതി കൃഷി എല്ലാവരും അറിയാവുന്നവരില്ല. കാരണം എന്നാന്ന് പറഞ്ഞപ്പോൾ പ്രായമായി കഴിയുമ്പോൾ കുത്തിരുന്ന് പറിക്കാനും കഴിയാമല്ലോ എന്നൊക്കെ ഉള്ളൊരു പണി കുറവ്. അപ്പം നമുക്കൊരു 50 ജാതി ഉണ്ടെങ്കിൽ ശരാശരി എന്നും എന്തെങ്കിലും കാ കാണും. എപ്പോഴും തന്നെ കാ കാണും. പ്രത്യേകിച്ച് ഒരു സീസൺ എന്നങ്ങനെ പറയാനില്ല. എന്നാ ചോദിച്ചാൽ ഇപ്പോൾ 50 എണ്ണത്തിനകത്ത് 25 എണ്ണം ഒരു സ്റ്റെപ്പ് കായ്ച്ചു പോയെങ്കിലും ചിലപ്പോൾ അടുത്തൊരു സീസൺ വേറെ ഒരു സമയത്തിന് മറ്റത്തെ കാണും ഒരു 10 എണ്ണത്തെ കായ. അങ്ങനെ അതിനെ നമുക്കൊന്ന് ഏത് സമയത്ത് നമുക്ക് എന്തെങ്കിലും എല്ലാ സമയത്തും നമുക്കൊരു വിളവനകത്ത് പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ ഒരു 10-100 മോളി ജാതി കൃഷിയായി. അപ്പോൾ അത് ഏതിനാ? എല്ലാം ഒരിനം തന്നെയാണോ ചെയ്തിരിക്കുന്നത്? ഒരിനമല്ല, പലയിനാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ പറമ്പിൽ തന്നെ ഉള്ളതിലെ ഏറ്റവും നല്ലൊരു കമ്പ് തന്നെ, അത് പ്രതിരോധ ശേഷിയുള്ള അങ്ങനെയുള്ള നോക്കി ബഡ് ചെയ്ത് അതാ വിജയിച്ചത്. പക്ഷെ നമ്മൾ മേടിച്ചു കൊണ്ടു വെച്ചതും വേറെ ഇടത്തുനിന്ന് കമ്പെടുത്തതും എനിക്ക് അത്ര വിജയമായിട്ടില്ല. ആളെ സഹായത്തിന് ഒരു കാശ് കൊടുത്താലും നമുക്ക് നഷ്ടമില്ല. നമ്മൾ തൈ മേടിച്ചുകൊണ്ട് വരുമ്പോൾ 350-400 കൊടുത്ത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ 75 രൂപയായി തീരും. പിന്നെ അത്യുൽപാദന ശേഷിയുള്ള ഒരു ചെടി നമുക്ക് വിശ്വാസം. എനിക്കവിടെ ഒരൈറ്റം ജാതി ഉണ്ട്. അത് ഈ പ്രദേശത്ത് മുഴുവൻ എല്ലായിടത്തും ആയിട്ടുണ്ട്. അത് വന്ന ആൾക്കാർ ഞാൻ പറഞ്ഞു കൊണ്ടുപോകും, നല്ലതാണ്. എന്നാന്ന് പറഞ്ഞാൽ പ്രതിരോധമുണ്ട്. ഈ പറഞ്ഞ കേടുകളൊന്നും അതിനെ ബാധിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട്. പ്രദേശം കൂടെ അത് കൊടുക്കാനായിട്ട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. രാജിയൊക്കെ വെച്ചിട്ടുണ്ട്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഈ ജാതി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ജാതി കൃഷി പറഞ്ഞാലൊരു അങ്ങനെ ഇതിനോടേ ഇപ്പോൾ ഒരു വലിയ താല്പര്യമായിട്ട് വന്നിട്ട് പറഞ്ഞാൽ ഒരു 10 കൊല്ലം ആയുള്ളൂ. നേരത്തെ നമുക്ക് 1-2 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കിട്ടി നമുക്ക് പിന്നെ നോക്കിയപ്പോൾ ഇതൊരു കുഴപ്പമില്ല എന്ന് തോന്നി. ചിലവ് കുറഞ്ഞ വരുമാനം കിട്ടുന്നത്. അന്നൊന്നും ബഡ്ഡിങ്ങൊന്നുമില്ല. ഇങ്ങനെ ലോറിയാൽ ഇങ്ങനെ വലിയ പായത് കൊണ്ടുവന്നതാണ്. ഞാൻ അന്നത്തെ കാലത്ത് 20 കൊല്ലം മുമ്പ് ഒരു 4 തൈ മേടിച്ചു വെച്ചു. ബഡൊന്നുമല്ല, വെച്ചിൻ്റെ അത് 3 എണ്ണം പെൺജാതിയായിട്ട് കായ്ച്ചു, 1 ആണായിപ്പോയി. അതൊക്കെ അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ അതിശയമാണ്. പക്ഷേ അതിലൊരെണ്ണത്തിൻ്റെ ആണ് ഞാനീ പറഞ്ഞ ഭയങ്കര ആപ്പിൾ ജാതി എന്ന് പറഞ്ഞാൽ വലിപ്പവും അതുകൊണ്ട് 80 കായ്ക്ക് 1 കിലോ അത്രയും കിട്ടും.
ഇവിടെ എന്നോട് കൊണ്ടേ പട്ടി ഇതൊക്കെ പറഞ്ഞു 80 കാ കറക്റ്റാണ് ഞാൻ പറഞ്ഞ ശരിയാന്ന് പറഞ്ഞു. 80 കായ്ക്ക് 1 കിലോ. അപ്പോൾ അതിനുള്ള പത്രയും കിട്ടും. അപ്പോൾ നമുക്ക് ശരാശരി ഈ വിലയാണെങ്കിൽ പോലും ശരാശരി ഒരു കായ്ക്ക് നമുക്ക് മിനിമം 5 രൂപ ആകും. ഈ വലിപ്പമുള്ള കായാണ്. ഈ വലിപ്പമുള്ള കായ കൊണ്ട് ഒരു കായ്ക്ക് 5 രൂപ. 5 രൂപ വെച്ച് കിട്ടും. പത്രയുടെയും കായുടെ വിലയും കൂടെ കണക്ക് കൂട്ടുമ്പോൾ 5 രൂപ ഉറപ്പായിട്ട് 5 രൂപ. ഈ ജാതി കൃഷി തുടങ്ങുന്നതിന് മുമ്പ് കുരുമുളക് കൃഷിയായിരുന്നു. കുരുമുളക് നന്നായിട്ട് കുരുമുളകും തെങ്ങും ഉണ്ടായിരുന്നു. തെങ്ങും ഉണ്ടായിരുന്നു. കുരുമുളക് കൃഷി നിർത്തി ജാതിയിലേക്ക് മാറാനുള്ളൊരു നിർത്തിയതല്ല, നിന്ന് പോയതാണ്. കുരുമുളക് വാട്ടം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ആഗ്രഹം കുരുമുളകിനോടാ. പക്ഷെ അതങ്ങനെ ഇതുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് കുരുമുളക് ചെയ്യാമല്ലോ കുറച്ചൊക്കെ. ഇത് വളർന്ന് ഇപ്പം നമ്മൾ ഇത് മുട്ടുനിറം വരെ നമുക്ക് കുരുമുളക് ചെയ്യാം. പക്ഷെ ഇതൊന്നും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അതും കൊണ്ട് ഞാൻ ഇപ്പോഴും ഇടുന്നുണ്ട്, പുതിയ ഇടുന്നുണ്ട്. ഓരോ ഭാഗവും വെട്ടിത്തെളിക്കുന്നു. ഇങ്ങനെ ലാവും മാനിയൊക്കെ നിന്നിട്ട് വളർന്ന് കണ്ടമാനമായി പോകുന്ന ചോടെ വെട്ടിച്ചിട്ട് അവിടെ വെട്ടിത്തെളിച്ച് കൊടിയിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ കൂട്ടത്തിൽ മറ്റു കൃഷിയും കൂടെ ചെയ്യുക. അല്ല പിന്നെ കൊടി ഇപ്പം നമ്മൾ ഏതാണ് പന്നിയൂർക്ക് അങ്ങനെയുള്ളത് ഇന്നൊന്നുമില്ല, ഇപ്പം എല്ലാം ഇടുന്നതാണ്. പക്ഷെ ഒരു കാലത്ത് കരിമുണ്ട മാത്രം. പിന്നെ പന്നിയൂർ വണ്ണിറങ്ങിയ സമയത്ത് അത് ഇട്ടു. പക്ഷെ എന്നാലും കുരുമുളകിൽ കരിമുണ്ടോട് ഉപയോഗിക്കാൻ ഇന്ന് വരെ ഒന്നും ഇറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് ശേഷി കുറവാന്നേ. പക്ഷെ വിളവിൽ കൂടുതലുണ്ട്. ഈ 100 മണ്ണിനായാലും ഉള്ള കുഴപ്പമുണ്ടാവും ഒരു കാര്യം. അത് കഴിയുമ്പോൾ ഇത് പോവുകയില്ല. ഏറെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണങ്ങി പെറുക്കി പൊടി അവിടെ കാണും. കുറച്ച് ആണ് അതിൻ്റെ വ്യത്യാസം. ഈ കുരുമുളകിന് സാധാരണ താങ്ങുപരമായിട്ട് ഇപ്പോൾ പറമ്പിൽ നിൽക്കുന്ന ഏതെങ്കിലും മരങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മുരിക്കി തന്നെ ഇടുന്നുണ്ട്. കേടുബാധ ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. അതിൻ്റെ ചുവട്ടിൽ നമ്മൾ കൊടിയിടുന്ന ഒരു പ്രാന്തായും കൂടെ വെക്കും. മുരിക്ക് പോയാലും ഇപ്പോൾ പ്ലാവേല ചക്കുക്കുരുവും കൂടി ഇടും. പ്ലാവേല നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. ഒരു കാലത്ത് ഇത് പോയാലും നമുക്ക് വെള്ളത്തിറക്കി കൊടുക്കാനായിട്ട് പറ്റും. അതെ. രാവിലെ എത്ര മണി മുതൽ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാറുണ്ട്? ഒരു 10 മണി കഴിഞ്ഞൊക്കെ രാവിലെ ഒന്ന് ഓടി നടന്ന് കാണും. രാവിലെ ഏറ്റവും നമ്മൾ വഴിയെ നടക്കാൻ പോകുകയല്ല, പറമ്പിൽ കൂടെ ഒന്ന് നടന്ന് നമ്മൾ പറമ്പിൻ്റെ ഏതാണ്ട് ഒരു മുക്കാലും കണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി ഇങ്ങനെ കാണാം. ഞാനത് പറയാം, കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പണികൾ ഒത്തിരി കാണും, ഒരുപാടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ നമ്മളെ കൊണ്ട് ഞാൻ പറഞ്ഞ അത്തത്തിൽ പറഞ്ഞാൽ കാണാൻ പോകാൻ കൊണ്ട് ഇപ്പോൾ തോന്നുന്നില്ല. കണ്ടാൽ നമുക്ക് പണിയണം. ഒരു കൃഷിക്കാരൻ്റെ മനസ്സാണ് മതി. നമ്മളങ്ങ് പോകുമ്പോൾ അത് കുറവ്, ആ കൊടി ഒടിഞ്ഞ് ചാടി അതൊന്ന് ഓർത്ത് കെട്ടണം. അപ്പുറത്തുണ്ട് ജാതിക്കാ കിടക്കുന്നു, അത് പിറക്കണം. ഇങ്ങനെ നമ്മൾ ഒത്തിരി ഒരുപാട് കാണും, പണികൾ വരും. എന്നും നമുക്ക് പോയാലേ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റത്തുള്ളൂ. അതെ. ഇപ്പോൾ കന്നി വന്നിട്ടുണ്ടോ അതൊക്കെ നോക്കാനായിട്ട് രാവിലെ ഒന്ന് ഇറങ്ങി പോകും. പിന്നെ ഇച്ചിരി കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് 10 മണി. ആ സമയത്ത് അത്യാവശ്യം വെയിലും കൂടെ ആവും. പിന്നെ നമ്മൾ ചോറും കാപ്പിയിലാണ് ഒരു 10 മണിയാകുമ്പോഴത്തേനും ആക്കി പണിക്കാരെ വിളിച്ച് കൊടുത്ത് ഒക്കെ പോകാൻ പറ്റും. നമ്മളല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ കഴിയുന്ന ഒരാളാണ്. ഇപ്പം സ്വന്തമായിട്ട് എല്ലാം ചെയ്ത് കൊടുക്കുക. ഭക്ഷണത്തും കൊണ്ട് വരുന്ന പണിക്കാരുണ്ടെങ്കിൽ നമുക്ക് അത്ര എളുപ്പമുണ്ട്. പക്ഷെ ആരും വരിക, ആർക്കും കഴിയാല. ഈ കാർഷിക പ്രവർത്തനങ്ങളുമായിട്ട് വളരെ സന്തോഷകരമായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറമ്പിൽ നിറങ്ങുന്നത് കാണുന്നതാണ് നമ്മുടെ. ഇപ്പം ഞാൻ ഇതും പറ്റിയില്ലെങ്കിലുള്ളൂ എൻ്റെ ആ മനസ്സെ കൃഷിയോടുള്ള ആഗ്രഹം പറഞ്ഞാൽ ഞാൻ വാർക്കപ്പുറത്ത് കയറി വെച്ച് താട്ട് നോക്കും. ഇപ്പം മൊത്തം കാണാനായിട്ട്. അപ്പം എങ്ങനെയുണ്ട്, പച്ചപ്പുണ്ടോ, അതിന് പഴുപ്പുണ്ടോ, നിറം മാറിയിട്ടുണ്ടോ, കൃത്യമായിട്ട് കാണാനായിട്ട് അങ്ങനെ ആഗ്രഹമാണ്. നമുക്കൊരു കൃഷിക്കാരൻ എന്ന നിലയിൽ നമുക്കൊന്ന് അഭിമാനിക്കാൻ പറ്റും. കാണാൻ പറ്റും, ഒരു പച്ചപ്പുണ്ട്. അപ്പം നമുക്ക് അഭിമാനം കൂടെ. ഇങ്ങനെ നിൽക്കുന്ന ജാതിയുടെ ഈ മണ്ട കായ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേന് കായ കാണാനായിട്ട് പറ്റും. കുഴപ്പമില്ലാത്ത കായ ഉണ്ടല്ലോ, കാണുമ്പോൾ ഒരു സന്തോഷം മനസ്സിലായിട്ട്. മക്കളെ എനിക്ക് 3 ആൺപിള്ളേരാണ്. 3 പേരും വിദേശത്താണ്. ഞാൻ പറഞ്ഞല്ലോ, പണിയാൻ കയറാൻ ആളില്ല. അവരെ നമ്മളങ്ങനെ പിടിച്ചിവിടെ നിർത്തിയിട്ട് കാര്യവുമില്ല. ഒരാൾ നെതർലൻഡിൽ, പിന്നെ നമ്മളിത് ഞാൻ അവിടെ ആയിരുന്നു ഈ അടുത്ത കാലം. അവിടേക്ക് പോകും, അങ്ങനെ താമസിക്കല, ഒരു മാസം. ഒരാൾ ജർമ്മനിയിൽ, ഒരാൾ UK. 3 പേരും കുടുംബമായിട്ട്, എല്ലാവരും കുടുംബമായിട്ട്. എൻ്റെ വൈഫ് മരിച്ചിട്ട് 18 കൊല്ലമാണ്. അന്ന് വരെ പിള്ളേരെ പഠിപ്പിച്ച് അവരെ ജോലിയൊക്കെ ആക്കി. ഈ കൃഷി കൊണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ആദ്യ കാലത്ത് ഞാനൊക്കെ ഈ പറഞ്ഞ കാലങ്ങളിൽ നമുക്ക് കൃഷി കൊണ്ട് മെച്ചമുണ്ടായിരുന്നു. തുടങ്ങിയ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അതിന് ആ കാലങ്ങളിൽ ഞങ്ങൾക്ക് നമ്മൾ SC ലോറിക്ക് അല്ല 1210D എന്ന് പറയുന്ന ലോറിക്ക് ഇവിടുന്ന് മുളക് കയറ്റി നാട്ടിൽ ബാക്കിയുള്ളവരുണ്ട്. അതാത് കൊല്ലത്തെ ആദായം അവിടെ കൊണ്ടുപോയി വെക്കുമായിരുന്നു. ഒരു ലോറി മുളക് കൊണ്ടുകൊണ്ടിരുന്ന ആളാണ്. അന്ന് 315 കിലോ മുളക് കൊടുക്കാൻ നമുക്ക് ഇപ്പോൾ 900 രൂപ കിട്ടത്തുള്ളൂ. പക്ഷെ ആ 900 രൂപ കൊണ്ടുപോയി അന്ന് അത് കൂട്ടൊരു കുറേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കന്ന് ഒരു 1 ഏക്കർ സ്ഥലം മേടിക്കാൻ പറ്റും. അവിടെ അത്രയും പൈസ കിട്ടുന്നുണ്ടായിരുന്നു. അല്ല, ആ പൈസക്ക് അത്രയും വിലയൊന്നും, ആ പൈസക്ക് വിലയുണ്ടായിരുന്ന സ്ഥലത്തിന് അത്രയും വിലക്കുറവുണ്ടായിരുന്നു. ഇന്ന് നമുക്കിത് ഇത്ര മാത്രം ആദായം കിട്ടിയാലും, ഇപ്പം 600 രൂപ വെച്ച് മുളകിന് കിട്ടിയാലും നമുക്കിത് കൊണ്ടുപോയി കൊടുത്താൽ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റില്ല. കാലം പോയതേ അല്ലേ? അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും നടക്കില്ല. ആ ഒരു മാറ്റം ഇത്ര നാളത്തെ കൃഷി അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വിളവ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അന്നേരം മറ്റുള്ള നമുക്ക് പുറത്ത് വിളവ് കൂടുതൽ തന്നെയല്ല, മറ്റു നമുക്ക് മേടിക്കുന്നത് ആ വിലയേ ഉള്ളൂ. ആ വിലയുണ്ടായിരുന്നു. ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിളവ് കുറവിന്റെ പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങൾ വരുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. സ്ഥലങ്ങൾക്കുള്ള വില അത് കൂടുതലുമായി. വില കൂടുതലായി. അതായത് നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് നോക്കിയോ, അന്നത്തെ കാലത്ത് പറ്റും.
പറ്റുമായിരുന്നു. ഇപ്പം നമുക്ക് അന്ന് 900 എന്നുള്ളിടത്ത് ഇപ്പം എത്ര കിട്ടും? 600 രൂപ വെച്ച് കൂട്ടിയാലും 30 ലാത്തിനോ 1,80 കിട്ടുകയല്ലേ? 1,80,000. പക്ഷേ ആ പൈസക്ക് ഈ 1,80,000 ഇപ്പോൾ ഇന്ന് കിട്ടുന്ന കൂട്ട് അത് കൂട്ട് 10 എണ്ണം കൊണ്ടുപോയി കൊടുത്താൽ നമുക്കൊരു അരേക്കർ മേടിക്കാൻ കിട്ടുമോ? പറ്റത്തില്ല. അതാണ് അതിൻ്റെ ആ വ്യത്യാസം വന്നു പോയതേ. അതെ. ഇനിയുള്ള കാലം കൊണ്ട് കൃഷി കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മുന്നോട്ടൊരു പുരോഗതിയിൽ ജീവിച്ചു പോകാനുള്ളൊരു പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ച് അങ്ങനെയാണ് പറയാൻ പറ്റും. ജീവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതും കഷ്ടപ്പെട്ട അല്ലെ അതും കടമാവും. ഒരു അധ്വാനിയായിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുന്നത്. അല്ലെ അതും കടമാവും. ഞാൻ പറയുള്ളൂ. അല്ലെ പിന്നോട്ട് കടത്തിലോട്ട് കയറുള്ളൂ, കടത്തിലേക്ക് കയറും. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് മരിയാപുരം പഞ്ചായത്തിലുള്ള മാത്യു തോമസ് എന്ന കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങളും കൃഷിരീതിയൊക്കെ നമ്മളോട് പങ്കുവച്ചതിന് നന്ദി. ഇടുക്കി മരിയാപുരത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ മാത്യു തോമസ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹവുമായി സംസാരിച്ചത് പി അർജുൻദാസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. രാജ്യത്തെ പൗരന്മാരുടെ പ്രയോജനത്തിനായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും വികസിത് ഭാരത് എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനും ഇന്ത്യ ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ ഏജൻസികൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ സജീവ പങ്കാളിത്തത്തോടെ ഒരു സമ്പൂർണ്ണ സർക്കാർ സമീപനം സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയായ കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇടുക്കി ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ വിഷയ വിദഗ്ധ ശ്രീമതി മഞ്ജു ജിൻസി വർഗീസ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര. കേന്ദ്ര ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ യാത്രയുടെ മുഖ്യ ലക്ഷ്യം. 2047 ഭാരതം ഒരു പൂർണ്ണ വികസിത രാജ്യമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത ഭാരത് സങ്കല്പ് യാത്രയുടെ ആശയത്തിന് തുടക്കം കുറിച്ചത്. വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നേടാനുള്ള സൗകര്യവും യാത്രയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വിവിധ കേന്ദ്ര പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് യാത്ര എത്തിച്ചേരുന്ന കേന്ദ്രങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി ബാങ്ക്, നബാർഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കൃഷി വിജ്ഞാൻ കേന്ദ്ര, ഇന്ത്യൻ പോസ്റ്റ് തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ എല്ലാ പഞ്ചായത്തുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹരായുള്ളവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകി വരുന്നുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും ആധാർ സേവനങ്ങളും യാത്രയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ജില്ലാ ലീഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രധാനമന്ത്രി വികസിത് ഭാരത് സങ്കല്പ് യാത്ര വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടു കൂടി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നടത്തപ്പെടുന്നു. യാത്രയുടെ ഭാഗമായി ഒരുക്കിയ പ്രത്യേക വാനിൽ പദ്ധതിയെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനങ്ങളും അതോടൊപ്പം പദ്ധതിയുടെ വിവരങ്ങൾ അടങ്ങിയ ലഘുലേഖനങ്ങളും വിതരണം ചെയ്തു വരുന്നു. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം.
ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം താനിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. ഭയ്യാ